നീന്തൽ ബോധവൽക്കരണ സന്ദേശവുമായി 3 മണിക്കൂർ കൊണ്ട് രാമന്തള്ളി ഏറൻപുഴയിൽ നീന്തൽ പരിശീലിച്ചത് 100-ലേറെ പേർ. ജല അപകട മരണങ്ങൾ കുറയ്ക്കാൻ രാമന്തള്ളിയിലെ സ്വിമ്മിംഗ് അക്കാദമി സംഘടിപ്പിച്ച സൗജന്യ നീന്തൽ പരിശീലന പരിപാടിയാണ് പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായത്. 3 മണിക്കൂർ നേരമായിരുന്നു കവ്വായിക്കായലിന്റെ ഭാഗമായ രാമന്തളി ഏറൻപുഴയിൽ ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചത്. 12 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള നീന്തൽ തീരെ വശമില്ലാത്തവർക്കുള്ള പ്രാഥമിക പഠനവും ഭാഗികമായി നീന്താൻ അറിയുന്നവർക്ക് 1 കിലോമീറ്റർ ദൂരം നീന്താനുള്ള പരിശീലനവുമാണ് സംഘടിപ്പിച്ചത്. കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ നിന്നായി 100 പേർ പരിശീലനത്തിനായി എത്തി. നീന്തൽ പരിശീലനത്തിലും നീന്തലിലും ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയ ചാൾസൺ ഏഴുമലയും കേരള പോലീസ് കോസ്റ്റൽ വാർഡനും നീന്തൽ പരിശീലകനുമായ വില്യംസ് ചാൾസനുമായിരുന്നു പരിശീലകർ. വെള്ളത്തെ ഭയത്തോടെ നോക്കിക്കണ്ടവർ ഈ രംഗത്ത് പരിചയസമ്പന്നനായ ചാൾസന്റെ നിർദ്ദേശമനുസരിച്ചതോടെ ഒരു ഉപകരണങ്ങളുമില്ലാതെ നീന്താൻ കഴിഞ്ഞതിൽ അത്ഭുതപ്പെടുന്നുണ്ടായിരുന്നു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുൾപ്പെടെ നീന്തൽ പഠിക്കാനെത്തിയിരുന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് വിദഗ്ധരായ ലൈഫ് ഗാർഡുകളുടെ സുരക്ഷയിലായിരുന്നു പരിശീലനം. നീന്തൽ പരിശീലനത്തിന്റെ ഉദ്ഘാടനം രാമന്തളി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ദിനേശൻ നിർവഹിച്ചു. നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള കാര്യത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. ഒരു ദിവസം പത്രത്തിലായാലും മറ്റും മരണത്തിന്റെ സംഖ്യ വെള്ളത്തിൽ വീണ് മരിക്കുന്നത്, അല്ലെങ്കിൽ നീന്തം അറിയാതെ മരിക്കുന്നതിന്റെ വ്യാപകമായ പ്രചരണങ്ങളും പത്രത്തിലേക്ക് നിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കുക നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് നീന്തൽ. ആ നീന്തൽ പരിശീലനം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പഴയാണ് വരുന്നത്. എന്തൊക്കെ സംഭവിക്കുന്നു ഇപ്പോൾ നമുക്കാർക്കും പറയാൻ വേണ്ടി പറ്റാത്തൊരു അവസ്ഥയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇങ്ങനൊരു സംരംഭം ആരംഭിച്ച ചാൾസിനെ പോലുള്ള വ്യക്തി നമുക്ക് തന്നെ ഈ പുഴയിൽ തന്നെ ഒരുപാട് പ്രാവശ്യമായി ഈ പരിശീലനം പ്രകടിപ്പിക്കുന്നത്. ഒരുപാട് ആൾക്കാർ വലിയ വിദ്യാഭ്യാസമുള്ളവർ, ജോലിയില്ലവർ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ വന്നിട്ട് പരിശീലനം സിദ്ധിച്ചിട്ട് അവർ തന്നെ എളുപ്പത്തിൽ നീന്തൽ പരിശീലനം നടത്താറുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.